ഹലോ, നമുക്ക് ചപ്പാത്തിയുടെയും അതുപോലെ പുട്ടിൻ്റെയും വെള്ളപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചെറുപയർ കറിയാണ് കേട്ടോ ഇത്. നമുക്ക് ചെറുപയർ കറിയാണെന്ന് തോന്നില്ല, അത്രയും ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അധികം എരിവൊന്നും ഇല്ലാതെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടുള്ള കറിയാണ്. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കിയാലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് യൂസ് ചെയ്യുക. അതുപോലെ ഒരു ഇതില്ലേ കായ് വാഴേൻ്റെ വാഴക്ക ഉപയോഗിക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കുക. ഞാനിവിടെ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. പൊതുവേ ഈ ഒരു കറിക്ക് അധികം എരിവ് ഇടാത്തതായിരിക്കും നല്ലത്. പിന്നെ പച്ചമുളക് കൂടുതൽ എടുക്കേണ്ടവർക്ക് എടുക്കുക, കാരണം പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ മുളക് പൊടിയൊന്നും ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ തലേന്ന് രാത്രി ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കുതിർത്തത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മസാലയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി, എന്നിട്ട് വേവിച്ചെടുത്താൽ മതി. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണ്ടവരാണെങ്കിൽ നമുക്ക് കുറച്ചൊരു പിഞ്ച് കുരുമുളക് പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ആഡ് ചെയ്യുന്നില്ല, ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എരിവിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഓരോ കുക്കറിനും ഓരോ ഇതാണല്ലോ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേവാനുള്ളത് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം അധികം അങ്ങ് ഒഴിക്കരുത് കേട്ടോ നമുക്ക്, കാരണം ഇതൊരു തിക്കായിട്ടുള്ളൊരു കറിയാണ്. ഇതിന് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അധികം വെള്ളം ആവരുത്. വെള്ളം കൂടിയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അധികം വെള്ളം വേണ്ട. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുറച്ച് കൊഴുത്ത കറിയല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അത് വേവുമ്പോഴേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ തേങ്ങ ചിരവിയത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ ഒരു 2 ചുവന്നുള്ളിയും പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, നടു കീറിയതാണ് വെളുത്തുള്ളി, അതുകൊണ്ടാണ് കൂടുതലായിട്ട് തോന്നുന്നത്. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്ക് നമ്മളുടെ കുക്കറിൽ നമ്മളിട്ട ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആവശ്യത്തിന് വെള്ളമുണ്ട്, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ അരപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ അരയണം കേട്ടോ, മഷി പോലെ അരയണം, അപ്പോഴാണ് ടേസ്റ്റ്. എന്നിട്ട് ആ ഒരു അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് കുറച്ച് വെള്ളം കഴുകി ഒഴിക്കാനുണ്ടാവില്ല, അത് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ, പച്ചവെള്ളം യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കറിക്ക് അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് വരും. അപ്പോൾ അങ്ങനെ വെള്ളം പിന്നീട് ഒഴിക്കരുത്, പച്ചവെള്ളം ചൂടുവെള്ളത്തിലാണ് നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് പൊട്ടട്ടെ. കടുക് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ നമ്മൾ ചെറിയ ഉള്ളിയില്ല, ചുവന്ന കൊച്ചുള്ളി, അതും കൂടെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ വറവിടുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിക്കണം. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്, കാരണം നമ്മൾ തേങ്ങ അരച്ച ശേഷം തിളപ്പിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊന്ന് വറവിട്ട ശേഷം നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറി എന്താണെന്നൊക്കെ നമ്മൾ ബുദ്ധിമുട്ടി ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.